കഥ രഹസ്യം. രചന അവതരണം ജിഷ ജയരാജൻ. കുഞ്ഞാത്തുമ്മയ്ക്ക് 4 പെണ്ണും ഒരാണുമാണ് മക്കൾ. മൂത്ത മകൾ ആമിനക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. വിരുന്നിന് ക്ഷണിക്കാൻ ചെന്ന കുഞ്ഞാത്തുമ്മയെ മാറ്റി നിർത്തി മകൾ പറഞ്ഞു, എന്താ നിങ്ങൾ വിരുന്നിന് വിളിക്കാൻ വരാത്തതെന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങി. ഓല മുന്നില് എനിക്ക് തല പൊന്തിക്കാൻ പറ്റാണ്ടായിന്. കുഞ്ഞാത്തുമ്മ മുണ്ടിന്റെ കോന്തല പൊക്കി കണ്ണു തുടച്ചു. അനക്കറിയാലോ അവിടുത്തെ കാര്യം. എന്തെങ്കിലുമൊക്കെ തരപ്പെടാതെ എങ്ങനെയാ പുയ്യാപ്പിളനെ വിളിക്കുക. ചായയും പലഹാരങ്ങളും കൊണ്ടുവച്ച് ആയിഷുമ്മ വിളിച്ചു. വന്ന് ചായ കുടിക്കി, വർത്താനൊക്കെ എന്നിട്ട്. കുഞ്ഞാത്തുമ്മ കോലായിലേക്ക് നടന്നു. ഞങ്ങൾ കരുതി ആമിനാനെ നിങ്ങളൊക്കെ ഒഴിവാക്കിയെന്ന്. വെറ്റിലക്കറ പുരണ്ട പല്ല് കാട്ടി ആയിഷുമ്മ ചിരിച്ചു. ഇങ്ങളേതായാലും നാളെ ഓല രണ്ടാളെയും പറഞ്ഞാക്കി. ചായ കുടിച്ച് കുഞ്ഞാത്തുമ്മ ഇറങ്ങി. മോളും പുയ്യാപ്പിളിയും വന്നപ്പോഴേക്കും കുഞ്ഞാത്തുമ്മ ചായയും മുട്ട പുഴുങ്ങിയതും കൊണ്ടുവച്ചു. കുഞ്ഞളിയനായ കുഞ്ഞാപ്പുവിനെ പുയ്യാപ്പിള ചായ കുടിക്കാൻ കൂടെ കൂട്ടി. കൊണ്ടുവച്ച മുട്ട രണ്ടും കുഞ്ഞാപ്പു അകത്താക്കിയതോടെ കുഞ്ഞാത്തുമ്മയ്ക്ക് കലി കയറി. അവരവനെ തഞ്ചത്തിൽ അകത്തേക്ക് വിളിച്ചു. അവന്റെ ചെവിയുടെ കുന്നി അവർ പൊന്നാക്കി. അനക്കെന്താ ചക്ക ബോധല്ലേ? വിരുന്നുകാർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്താ നമ്മളും അതിൻ്റെ ഒപ്പം തിന്നാൻ പാടില്ല. ഉച്ചയ്ക്ക് തേങ്ങാച്ചോറും കോഴിക്കറിയും കൊണ്ടുവച്ചപ്പോഴും പുയ്യാപ്പിള അളിയനെ വിളിച്ചു. അപ്പൊ കുഞ്ഞാത്തുമ്മ പറഞ്ഞു, ഓ നേരത്തെ വെച്ച് മോനെ, ഓ കുട്ടിയല്ലേ. അകത്തേക്ക് വന്ന് ഉമ്മ കുഞ്ഞാപ്പുവിന്റെ കണ്ണുനീർ തുടച്ചു. കുഞ്ഞായിരുന്നെങ്കിലും ഉമ്മാന്റെ നെഞ്ചിന്റെ വിങ്ങൽ അവന് മനസ്സിലായിരുന്നു. നെഞ്ചോട് ചേർത്തുകൊണ്ട് ഉമ്മ പറഞ്ഞ രഹസ്യം അവന്റെ മനസ്സ് പൊള്ളിച്ചു. മോനെ, നമ്മുടെ കുടീരത്തെ ഇല്ലായ്മ നമ്മളെ അറിയാൻ പാടുള്ളൂ. മോൻ വലുതായിട്ട് വേണം ഉമ്മാക്കും ഇത്തമാർക്കും ഒരു താങ്ങാവാൻ. അതവന് മനസ്സിലായോ എന്തോ.